ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, ഇന്ന് നമ്മൾ +1 സോഷ്യോളജിയുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആവും കേട്ടോ. മക്കളെ, നമ്മുടെ എജുപോട്ട് മെഗാ ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. അറിയാലോ, ഇനി അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. ഏതാണെന്നറിയില്ല, നമ്മുടെ ബൂസ്റ്റർ ബാച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്കിൻ്റെ ഒരു നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 2 ലിങ്ക് കാണും. അതിലൊന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ദെൻ നമ്മൾ ഈടാക്കുന്നത് 1999 ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എജുപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബാച്ച്. ദെൻ ഇതെന്താണ്, പബ്ലിക് എക്സാമിൻ്റെ റിവിഷൻ ബാച്ചാണ് ഏത് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് ഉള്ളതാണ്. മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇവിടെ ലഭിക്കുന്നതാണ്. എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെൻറ്റോഴ്സ് ആൻഡ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ആക്സസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ വെച്ച് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. ദെൻ സിലബസ് നമ്മൾ February 1st വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ടായിരിക്കും. ആൻഡ് February March ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ് ആണ്. ആൻഡ് പേഴ്സണൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. ദെൻ ദ 3 സെറ്റ് ഓഫ് എക്സാംസ് ആൻഡ് ദ ലാസ്റ്റ് 1 ഈസ് എന്താണ് വേണ്ടത്, ഫുൾ മാർക്കാണ്. A+ എന്തായാലും ഷുവറാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ദെൻ 2 ലിങ്ക് അവിടെ കാണുമല്ലോ. ഒന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ആണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന നോട്ട്സ് ആയിക്കോട്ടെ, ദെൻ നമ്മുടെ മൈക്രോ ബിറ്റ്, ഓക്കെ, എല്ലാ വിഷയങ്ങളുടെയും വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയ മൈക്രോ ബിറ്റ് ആൻഡ് ലൈവ് ലിങ്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ, ഇത്രയും കാലം നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോക്കാലോ, സെറ്റ് അല്ലേ? യെസ്. ദെൻ കണ്ടോ, ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സാമൂഹ്യശാസ്ത്ര ഭാവനം എന്താണ്, ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം അല്ലെ. അപ്പം നിർവചനമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കണം. അറിയാലോ, ദ ടേം sociological imagination was introduced by the American sociologist Stuart Mills. It refers to the ability to connect individual experience to the large social and historical context. This perspective helps us see that the what often appears to be a purely personal matter may in fact to ലിങ്ക് ടു ബ്രോഡർ പബ്ലിക് ഇഷ്യൂസ്. ഇവിടെ അമേരിക്കൻ സാമൂഹ്യശാസ്ത്രജ്ഞനായ സ്റ്റുവർട്ട് മിൽസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് എന്തായി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തിഗതമായിട്ടുള്ള അല്ലെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹികവും ചരിത്രപരവുമായ സന്ദർഭവുമായി ബന്ധിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പൂർണ്ണമായും വ്യക്തിപരമായ കാര്യങ്ങളെ എന്താണ് വിശാലമായ പൊതു പ്രശ്നങ്ങളുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബന്ധിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഒരു പബ്ലിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലത്തെ ഒരു പബ്ലിക് ഇഷ്യൂ ആണോ എന്ന് നോക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, ഒരു ആശയമാണ്, ഒരു ടൂളാണ് എന്ത് പറയുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യൽ ആന്ത്രോപോളജി? അറിയാലോ എന്താണ് സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ളത്. ദെൻ നരവംശ ശാസ്ത്രമാണ് ആന്ത്രോപോളജി. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ഒറിജിന്, അവൻ എങ്ങനെയാണ് വളർന്നു വന്നത്, അവൻ്റെ സംസ്കാരം എന്തൊക്കെയാണ്, വിശ്വാസ രീതികളെ, ഓക്കെ, ഇതിനെക്കുറിച്ചെല്ലാം പഠന വിഷയമാക്കുന്നതാണ് ഏത്, ആന്ത്രോപോളജി എന്ന് പറയുന്നത്. എന്നാൽ ഇത് രണ്ടും സമൂഹത്തെ പഠിക്കുകയും സോഷ്യോളജി ആധുനികവും സങ്കീർണവുമായ
സമൂഹങ്ങളെ അധികം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ എന്തുണ്ട്? വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ആന്ത്രോപോളജിയും എന്താണ്? കുറച്ചൊക്കെ മനുഷ്യൻ്റെ നരവംശത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താണ്? നല്ല ലിങ്ക് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദി സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വിശദീകരിക്കുക. അറിയാലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. സാമൂഹിക ബന്ധങ്ങളുടെ പഠനം. സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങളുടെ പഠനം. സ്റ്റഡി ഓഫ് സോഷ്യൽ പ്രോസസ്, സാമൂഹിക പ്രക്രിയകളുടെ പഠനം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? സ്കോപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ എന്താ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോള്? ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. എന്താണ് പദവിയും റോളും? നോക്കാം. സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ദി സോഷ്യൽ പൊസിഷൻ എ പേഴ്സൺ occupies in society. For example, teacher, doctor, lawyer, mother. അല്ലെ, ഒരാൾ സമൂഹത്തിൽ കൈവരിക്കുന്ന ഒരു പദവിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ സ്റ്റാറ്റസ് എന്ന്. ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം അല്ലെ, ഡോക്ടർ എന്നൊരു പദവി, അധ്യാപിക എന്നൊരു പദവി, ഓക്കെ, സ്റ്റുഡൻറ് എന്നൊരു പദവി, ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. റോൾ എന്താണ്? It is the expected behavior associated with that status. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? ടീച്ചർ ടീച്ച് അല്ലേ, സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് എന്താണ്? ലേൺ, പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലോ നമ്മൾ അവിടുന്ന് ആളുകൾക്ക് വൈദ്യസഹായം നൽകുന്നൊരു സേവനം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ദെൻ ഈ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ റൂൾ ഫോർ എൻഡോഗമി ആൻഡ് എക്സോഗമി? അപ്പോൾ മാരേജിൻ്റെ റൂൾസ് ആണ്, അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് എൻഡോഗമി? ഈസ് ദ റൂൾ ഓഫ് മാരേജ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു മാരി വിത്തിൻ എ പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് സച്ച് ആസ് കാസ്റ്റ്, ട്രൈബ് ഓർ റിലീജൻ. ഇവിടെ സ്വന്തം സാമൂഹിക അല്ലെ, സ്വന്തം സമൂഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന്, ആ ഒരു കൂട്ടത്തിൽ നിന്നും കല്യാണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നത് എൻഡോഗമി. ദെൻ എക്സോഗമി എന്താണ്? ഇസ് ദ റൂൾ ഓഫ് മാരേജ് ഇൻ വിച്ച് എ പേഴ്സൺ മസ്റ്റ് മാരി ഔട്ട്സൈഡ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് സച്ച് ആസ് ഓൺ ക്ലാൻ ഓർ ഗോട്ര. ഇവിടെ സ്വന്തം കൂട്ടത്തിൻ്റെ അപ്പുറത്ത് നിന്ന് അല്ലെ, സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നില്ല. ഓക്കെ, അതെന്താണ്? അനുവദീയമാണ്. സ്വന്തം ഗ്രൂപ്പിൻ്റെ പുറത്തു നിന്നുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള ഒരു റൂളാണ് ഏത് പറയുന്നത്? എക്സോഗമി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് കൾച്ചർ. ഓക്കെ, കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് കൾച്ചർ? Culture refers to the shared way of life of a society, including its beliefs, values, customs, traditions, language, norms and material objects, which are learned and passed on from one generation to another. സംസ്കാരം എന്നത് ഒരു സമൂഹത്തിൽ പങ്കുവെക്കപ്പെട്ട ദെൻ ജീവിത രീതിയാണ്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? വിശ്വാസങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഭാഷ, സാമൂഹിക നിയമങ്ങൾ, വാസ്തുനിഷ്ഠ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ തലമുറകളിലൂടെ എന്ത് ചെയ്യും? പഠിച്ചും പകർന്നും അത് നൽകുകയും ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്കാണ് വാട്ട് ആർ ദി സോഷ്യലൈസേഷൻ ഏജൻസീസ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സാമൂഹികവൽക്കരണ ഏജൻസികൾ ഏതൊക്കെയാണ്? അറിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഫാമിലി, പിയർ ഗ്രൂപ്പ്, സ്കൂൾ ആൻഡ് മാസ് മീഡിയ. നെക്സ്റ്റ് സർവേ മെത്തേഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ് സർവേ രീതി? നമുക്ക് നോക്കാം. സെൻസസും സർവേ ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. സർവേ അറിയാലോ. എന്താണ്? ദ സർവേ മെത്തേഡ് ഈസ് എ സോഷ്യോളജിക്കൽ റിസർച്ച് ടെക്നിക് used to collect information from a large number of people through tools such as questionnaire, പിന്നെ എന്തൊക്കെയുണ്ട്? ഇന്റർവ്യൂ,
or online forms. അപ്പോൾ സർവേ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിന്നും അല്ല ഒരു വിവരം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നത് സർവേ രീതി എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു രീതി അല്ലെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്തൊക്കെയാണ്? ഒന്ന് ചോദ്യാവലി ഉണ്ടാകും, ദെൻ അഭിമുഖം, അതുപോലെ തന്നെ ഓൺലൈൻ ഫോമുകൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് സർവേ നടത്താം. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പിലൊക്കെ പോളിംഗ് ചെയ്യാറില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഗൂഗിൾ ഫോം ഓക്കെ അറിയാലോ, അതൊക്കെ ഒരു സർവേയുമായി ബന്ധപ്പെട്ടതാണ്. Then it help researchers gather data about people's opinion, attitude, behavior and characteristics. മനുഷ്യരുടെ അഭിപ്രായങ്ങളെ, സമീപനങ്ങളെ, പെരുമാറ്റങ്ങളെ, വ്യക്തിഗത സവിശേഷതകൾ എന്നിവ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഏത് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകളിൽ നിന്നാണ് നമ്മൾ സർവേ മെത്തേഡ് യൂസ് ചെയ്യുക, റിസർച്ചിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാം, മെൻഷൻ ദ 2 features ഓഫ് എ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഒരു ഘടനാപരമായ അഭിമുഖത്തിൻ്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ കണ്ടെത്തുക. അതിലൊന്ന് എന്താണ്? ഇറ്റ് ഈസ് എ ഫിക്സഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ, സ്ഥിരമായ ചോദ്യങ്ങളായിരിക്കും, സന്ദർഭത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറ്റാൻ പറ്റില്ല. All respondents are asked the same questions in the same order. എല്ലാ പ്രതികാരരും ഒരേ ക്രമത്തിൽ ഒരേ രീതിയിൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ഫോർമൽ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഫോംസ് ആയിരിക്കും. എന്താണ്? ഔപചാരികവും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രൂപമായിരിക്കും ഉണ്ടാവുക. The interviewer follow a strict schedule and ensuring uniformity and comparability of respondents. അഭിമുഖം ഒരു നിർദ്ദിഷ്ട ഷെഡ്യൂളിനെ അനുസരിച്ച് നടക്കുന്നതിനാൽ മറുപടികൾ തമ്മിൽ താരതമ്യം ചെയ്യൽ എന്താണ്? വളരെ എളുപ്പമാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് അലൈനേഷൻ? ഈ ടോപ്പിക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അന്യവൽക്കരണം ആരാ കൊണ്ടുവന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാട്ടോ പേരൊന്ന്. ഓക്കെ, ആരാണ്? അലൈനേഷൻ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഫീൽ separated or disconnected from their work, society, other on sense of self. അന്യവൽക്കരണം എന്നാൽ വ്യക്തി തൻ്റെ ജോലി, സമൂഹം അല്ലെങ്കിൽ സ്വന്തം സ്വയം ബോധം എന്നിവയിൽ നിന്ന് അകന്നു പോകുക എന്നൊരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? അന്യവൽക്കരണം. ആരത് കൊണ്ടുവന്നേ? മാക്സ് ആണ് അല്ലേ. വർക്കേഴ്സ് ബിക്കം അലൈൻഡ് വെൻ ദേ ഹാവ് നോ കൺട്രോൾ over the production process and the product they create, leading to feeling of powerless and isolation. ഇവിടെ മാക്സിന്റെ അഭിപ്രായത്തിൽ തൊഴിലാളികൾക്ക് ഉൽപാദന പ്രക്രിയയിലും അവർ നിർമ്മിക്കുന്ന വസ്തുക്കളിലും എന്തുണ്ടാകും? ഒരു നിയന്ത്രണമില്ലാതെ വരുമ്പോൾ അവർക്ക് നിരാശ, അസഹായത, ഒറ്റപ്പെട്ട എന്നിവ അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ചേഞ്ച് ആണ്. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹ്യ മാറ്റത്തിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണ്? അറിയാലോ, ഒന്ന് എവല്യൂഷണറി ചേഞ്ചസ് ആണ്, മറ്റൊന്ന് റെവല്യൂഷണറി ചേഞ്ച്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാറുണ്ട്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യം വരാം. എന്താണ് എവല്യൂഷണറി ചേഞ്ച്? പരിണാമപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സ്ലോ അല്ലെ, പെട്ടെന്ന് മാറോ? ഇല്ല, സ്ലോ ഗ്രാജുവൽ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഓവർ എ ലോങ് പീരിയഡ്. ഓക്കെ, ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഇപ്പൊ വിശ്വാസ രീതികളിൽ, ഓക്കെ, ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റം പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവോ? ഇല്ല, വളരെ സ്ലോ ആയിട്ടുള്ള മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ട്രാൻസിഷൻ ഫ്രം ട്രൈബൽ സൊസൈറ്റി ടു മോഡേൺ സൊസൈറ്റി. ദെൻ രണ്ടാമത്തെ ഏതാണ്? റവല്യൂഷണറി ചേഞ്ചസ് ആണ്, വിപ്ലവകരമായ മാറ്റമാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണല്ലേ, പെട്ടെന്നുള്ള മാറ്റമാണ്. സഡൻ, റാപ്പിഡ് ആൻഡ് ഫണ്ടമെന്റൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും അല്ലെ, പെട്ടെന്നും വേഗത്തിലും അടിസ്ഥാനമായി മാറ്റങ്ങൾ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്കൽ റെവല്യൂഷനൊക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം.
നെക്സ്റ്റ്, ദ മേജർ എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി വേൾഡ്. ഈ ഒരു മേജർ എൻവിയോൺമെന്റൽ പ്രോബ്ലം എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ പൊല്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും. അപ്പം നിങ്ങൾക്ക് പൊല്യൂഷൻ എന്ന് മാത്രം ഹെഡ്ലൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ പൊല്യൂഷൻ്റെ കാരണങ്ങളും ഓക്കെ ഏതൊക്കെയാണ്, എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, വാട്ടർ പൊല്യൂഷൻ ആയിക്കോട്ടെ, ദെൻ സോയിൽ പൊല്യൂഷൻ എന്തും കൊടുക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത് എന്ത് കൊടുക്കാം, ഗ്ലോബൽ വാർമിംഗ് കൊടുക്കാം. ഓക്കെ, ക്ലൈമറ്റ് പ്രോബ്ലംസ് കൊടുക്കാം. അപ്പം നമ്മുടെ അമ്ലമയങ്ങളൊക്കെ ഇല്ലേ അതും കൊടുക്കാം. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് റീസൺസ് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് ചെയ്യുക, ആൻസറിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും 2 മാർക്കിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ നോട്ട്സ് കിട്ടാൻ എങ്ങനെയാണെന്ന് അറിയാലോ. +1 ക്രിസ്മസ് എക്സാമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ നോട്ട് ലഭിക്കുകയുള്ളൂ. ഈ നോട്ട്സ് മാത്രമല്ല, നമ്മുടെ എല്ലാത്തിൻ്റെയും ലൈവിൻ്റെ ലിങ്ക് ആയിക്കോട്ടെ, ദെൻ നമ്മുടെ സോഷ്യോളജിയുടെ ഓരോ ചാപ്റ്റേഴ്സും വളരെ വളരെ സൂക്ഷ്മമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു നോട്ട് നിങ്ങൾക്ക് മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന നോട്ട്സ് ആയിക്കോട്ടെ, ഒരു ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഡൗട്ടുള്ളവരുണ്ടായിരിക്കും. ഇതുവരെ പഠിച്ചിട്ട് അല്ലെ എങ്ങനെ ആണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുക, ഡൗട്ടുള്ളവർക്ക് എന്താണ് ഒരു ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ആ മക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇത് ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ സോഷ്യോളജിയുടെ എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാവും, മോർണിംഗ് ഒക്കെ ആയിട്ട് ലൈവിൽ നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലൈവൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.